സിറ്റിംഗ് എം.എൽ.എയെ മാറ്റിയതിന്റെ ആശങ്ക ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ലെന്ന് പെരുമ്പാവൂരിൽ വിജയിച്ച യു.ഡി.എഫ് സ്ഥാനാർത്ഥി മനോജ് മുത്തേടൻ. എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ലഭിച്ചിരുന്നു. ഇനി പൂർണ്ണമായും പെരുമ്പാവൂരിന് വേണ്ടി പ്രവർത്തിക്കുമെന്നും മനോജ് മുത്തേടൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പെരുമ്പാവൂരിന്റെ ചരിത്രത്തിലെ മികച്ച വിജയം നേടിയിരിക്കുകയാണ് മനോജ് മുത്തേടൻ. എന്തായാലും ആദ്യമേ അങ്ങേക്ക് ഒരു അഭിനന്ദനം. ഒപ്പം തന്നെ ഇത്രയും അധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തെ വിജയിക്കാൻ കഴിയുമെന്ന് അങ്ങ് ഏതെങ്കിലും ഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നു? സത്യത്തിൽ പ്രതീക്ഷിച്ചില്ല. ഞാനൊരു 8,000-നും 12,000 ഇടയിൽ ജയിക്കുമെന്നാണ് വിചാരിച്ചത്. പിന്നെ വലിയ തരംഗം ഉണ്ടായാൽ അതിനപ്പുറത്തേക്ക് പോകും. പക്ഷേ ഈ രൂപത്തിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ പെരുമ്പാവൂരിന്റെ മണ്ണിലൂടെ കളിച്ചു വളർന്ന ഒരാളാണ്. വളരെ സാധാരണ കുടുംബത്തിൽ വളർന്ന ഒരാളെന്ന നിലയിൽ എല്ലാവരും വലിയ സ്വീകാര്യതയോടുകൂടിയാണ് തെരഞ്ഞെടുപ്പിനെ സ്വീകരിച്ചത്. സ്വന്തം പഞ്ചായത്തും കൈവിട്ടില്ല. സ്വന്തം പഞ്ചായത്തിൽ 5,500-ലധികം വോട്ടാണ്. 5,500-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. സ്വന്തം പഞ്ചായത്തിലെ എല്ലാ ബൂത്തിലും ലീഡാണ്. സ്വന്തം പഞ്ചായത്തിലെ എൻ്റെ വാർഡ് ഉൾപ്പെടെ ഡിവിഷൻ ഉൾപ്പെടെ എൻ്റെ പഞ്ചായത്തിലെ മുഴുവൻ സ്ഥലത്തും 5,500 വോട്ട്. ആകെ വളരെ ചെറിയ വോട്ട് പോൾ ചെയ്തപ്പോൾ 5,500-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് സ്വന്തം നാട് നൽകിയിട്ടുള്ള വലിയ പിന്തുണയാണ്. ഞാൻ ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചപ്പോൾ ഈ പിന്തുണ തന്നെയാണ് എനിക്കുണ്ടായത്. അത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഒപ്പം പെരുമ്പാവൂർ സീറ്റ് പ്രഖ്യാപനത്തിന്റെ സമയത്ത് വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിലവിൽ എം.എൽ.എ ആയിരുന്ന എൽദോസ് കുന്തപ്പള്ളിയെ ഒഴിവാക്കിയാണ് അങ്ങേ കൊണ്ടുവരുന്നത്. ആ ഘട്ടത്തിലൊക്കെ എങ്ങനെയായിരുന്നു? എൽദോസ് കുന്തപ്പള്ളിയുടെ ഭാഗത്ത് നിന്നൊക്കെ എങ്ങനെയായിരുന്നു ഒരു പ്രതികരണം? ഇല്ല, അങ്ങനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു തർക്കം ഉണ്ടായിട്ടില്ല. എൽദോസ് കുന്തപ്പള്ളി എം.എൽ.എ എല്ലാ പരിപാടികളിലും ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉൾപ്പെടെ സ്ഥാനാർത്ഥി പര്യടനങ്ങൾ ഉൾപ്പെടെ എല്ലാ പരിപാടികളിലും അദ്ദേഹത്തിന്റെ നേതൃത്വം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ പെരുമ്പാവൂരിലുണ്ട്. ഞങ്ങൾ ചെല്ലാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. എല്ലാ തലത്തിലും അദ്ദേഹത്തിന്റെ കൂടി ഒരു വലിയ പിന്തുണ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം കൂടി നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗം കൂടിയാണ് പെരുമ്പാവൂരിൽ ഈ ഒരു സാഹചര്യം. കാരണം അദ്ദേഹം വീട് കയറി ഭവന സന്ദർശന യാത്രയൊക്കെ നടത്തി തെരഞ്ഞെടുപ്പിന് ആളുകളെ സജ്ജമാക്കി നിർത്തിയതിന് കൂടി തുടർച്ചയാണ്. എതിർ സ്ഥാനാർത്ഥി ഒരു ഘട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ചില ആളുകളെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തെ സഹായിക്കുന്ന സമീപനം സ്വീകരിച്ചിരുന്നു. ഇല്ല, റിസൾട്ട് വരുമ്പോൾ മനസ്സിലായല്ലോ. ഇന്നലെ വരെ കോൺഗ്രസ് ആയിരുന്നയാള് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിന് ഇടവേളയിൽ അപ്പുറത്ത് പോയി സ്ഥാനാർത്ഥിയാകുമ്പോൾ ജനം സ്വീകരിക്കില്ല എന്നുള്ള വലിയ തെളിവാണ് ഇത്ര വലിയ ഭൂരിപക്ഷം. എറണാകുളം ജില്ലയിൽ ആദ്യ വിജയമുറപ്പിച്ച സ്ഥാനാർത്ഥി കൂടിയാണ് മനോജ് മുത്തേടൻ. എന്തായാലും അദ്ദേഹത്തിന് നന്നായി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം പറയാം.